done a marvelous things in my life, and I'm really glad to stand here. I was born and brought up in a Pullad. About 27 years ago, we moved to New York. Since then, I'm staying there and attending a church where my dad used to minister. Now he's physically not feeling good, so someone else is ministering in our church. And the IPC Eastern region has about 28 churches. 28 ചർച്ചുകൾ IPC Eastern region ഈസ്റ്റേൺ ഏരിയയിലുണ്ട്. വൺ ഓഫ് ദ ലാർജസ്റ്റ് റീജിയനാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല ദൈവദാസന്മാർ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് അവിടെ വചന ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സഭകൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഞാനിവിടെ നിൽക്കുമ്പോൾ അനേക നാളുകൾ ദൈവശുശ്രൂഷകളിൽ നിൽക്കുന്ന ദേവദാസന്മാർ ഓഡിയൻസിലിരിപ്പണ്ട്. എനിക്കിവിടെ നിൽക്കുവാനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം ഒന്ന് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. IPC ഈസ്റ്റേൺ റീജിയൻ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ പാസ്റ്റർ പി ഫിലിപ്പ് നേതൃത്വം കൊടുക്കുന്നു. അലോങ് വിത്ത് പാസ്റ്റർ സെക്രട്ടറി ആയിട്ട് പാസ്റ്റർ വില്യം ചാന, അതുപോലെ തന്നെ ടി എബ്രഹാം വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ട്രഷറായിട്ട് സാം തോമസ് എലീം ചർച്ചിലെ മെമ്പറാണ്. ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രിയ രായ്ചാനും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ IPC ഈസ്റ്റേൺ റീജിയൻ്റെ പ്രവർത്തനം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ PG കോഴ്സിന് അതിൻ്റെ പ്രവർത്തനത്തിന് വളരെ രീതിയിൽ സഹായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് PYPS സൺഡേ സ്കൂള് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് നേതൃത്വം ദേവദാസന്മാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന ദേവദാസൻ്റെ മകൻ പ്രിൻസൺ എബ്രഹാമാണ് ഇപ്പോൾ PYPയുടെ നേതൃത്വം വഹിക്കുന്നത്. അതുപോലെ തന്നെ സൺഡേ സ്കൂളും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സൺഡേ സ്കൂള് സിസ്റ്റം ഇന്ത്യക്ക് വെളിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നത് IPC ഈസ്റ്റേൺ റീജിയനാണ്. അതിൻ്റെ ആൽവിൻ ഡേവിഡ്സ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ തന്നെ സഹോദരി സമാജം സിസ്റ്റേഴ്സ് ഫെലോഷിപ്പും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റിൻ്റെ സഹോദരി സമാജവുമായിട്ട് വളരെ കോപ്പറേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവസഭ കഴിഞ്ഞ 89 വർഷം 90 വർഷം നമ്മൾ കടന്നിരിക്കുകയാണ്. ദൈവം അത്ഭുതകരമായിട്ട് ഈ സഭയെ വിവിധ ഭാവങ്ങളിൽ ഉപയോഗിച്ചു. ഒരു ദർശനം ഉള്ള ഒരു സഭയാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. കഴിഞ്ഞ കാലങ്ങളിൽ ദേവദാസന്മാർ വളരെ ദർശനത്തോടും പ്രാർത്ഥനയോടും കൂടെ ആരംഭിച്ച ഒരു സഭയാണ്. ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ വരുന്ന കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ 2014 ആദ്യത്തെ മാസം തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മലയാളികൾ എവിടെയുണ്ടോ, ഇന്ത്യക്കാരെവിടെയുണ്ടോ അവിടെയെല്ലാം വളരെ ശക്തിയോടുകൂടെ നീങ്ങും. നമ്മുടെ ദൈവദാസന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച അതേ രീതിയിൽ തന്നെ നമ്മുടെ പുതിയ തലമുറകളെ ഉപയോഗിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ യുവജന സംഘടനകളും അതുപോലെ തന്നെ സൺഡേ സ്കൂള്, ചിൽഡ്രൻ മിനിസ്ട്രികളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ രീതിയിൽ നീങ്ങുവാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ സമയം തന്ന ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയോടുള്ള എൻ്റെ നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. തലമുറയായി നീ ഞങ്ങൾക്ക് സങ്കേതമായിരിക്കുന്നുവെന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദൈവദാസന്മാരുടെ പലരുടെയും പിൻതലമുറ കർത്താവിനെ സേവിക്കുകയും കർത്താവിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അധ്വാനിക്കുകയും ചെയ്യുന്ന ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ശ്രമിക്കാനായിട്ട് പോകുകയാണ്. പ്രാരംഭമായി പാസ്റ്റർ ബേബി കടമ്പനാട് അവർകൾ നമ്മുടെ മധ്യത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് താൻ ശാരീരികമായി വളരെ ക്ഷീണമുള്ളവനായി രോഗമുള്ളവനായി തീർന്നു. വളരെയധികം പ്രയാസങ്ങൾ ശാരീരികമായിട്ട് സഹിച്ചു. എന്നാൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന മൂലമായി തനിക്ക് കർത്താവ് വിടുതൽ കൊടുത്തു, സൗഖ്യം നൽകി. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആരോഗ്യത്തോടു കൂടെ ആയിരിക്കും, ദൈവത്തിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ആരോഗ്യം ദൈവം തനിക്ക് നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ദീർഘവർഷങ്ങളായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. താന് കഴിഞ്ഞ നാളുകളിൽ ഒരു പത്രം തൻ്റെ ചുമതലയിൽ ഇറക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ നിലകളിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ തുടർന്നുള്ള ആ സമയം ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. പാസ്റ്റർ ബേബി കടമ്പനാട്.
ഇന്ന് പകലിൽ നിങ്ങളോടൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുൻപായി ആശംസകൾ അറിയിച്ച CP മോനായും മാത്യു സാറും ജോജിയും അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പിറകിൽ ദൈവവചനം സംസാരിക്കുന്ന വളരെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ CC എബ്രഹാം എന്നീ കർത്തൃദാസന്മാരെ ഓർക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസൻ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന ഈ മഹായോഗത്തിൽ കൺവെൻഷനിൽ എനിക്ക് വന്നു സംബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. 1.5 വർഷത്തിന് മുൻപ് അപ്രതീക്ഷിതമായൊരു സമയത്ത് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അതും ശരീരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. പല ഡോക്ടർമാരെ മാറി മാറി കണ്ട് ഇത് ഈ റിപ്പോർട്ട് ശരിയാണോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ എറണാകുളത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടറെ കണ്ടപ്പോൾ വെള്ളം തറയിലൊഴിച്ചാൽ എങ്ങനെ അത് ഒഴുകിപ്പോകുമോ അതുപോലെ ശരീരത്തിൽ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും അടുത്ത ദിവസം 9.5 മണിക്കൂർ നീണ്ടുനിന്ന ഒരു സർജറിക്ക് ഞാൻ വിധേയനാകുകയും ചെയ്തു. അത് അതിവേദനയുടെയും വലിയ പ്രയാസങ്ങളുടെയും ദിവസങ്ങളായിരുന്നു. എനിക്ക് തോന്നി ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകുമെന്ന്, മാറ്റപ്പെടുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ മകനെ വിളിച്ച് ശവസംസ്കാര ശുശ്രൂഷകൾ എങ്ങനെ നടത്തണം ആ വിധങ്ങളെല്ലാം ഞാൻ എൻ്റെ മകനെ പറഞ്ഞേൽപ്പിച്ചു. മോർച്ചറിയിൽ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഞങ്ങളുടെ മുറ്റത്ത് പന്തലിൽ വയ്ക്കുന്നതും കർത്തൃദാസന്മാരെ വിളിക്കുന്നതും എനിക്ക് ഈ വരുന്ന എല്ലാവർക്കും ഓരോ മിനിറ്റ് 1/2 മിനിറ്റ് കൊടുക്കുന്നതിനോട് താല്പര്യമില്ല. പകരം അവിടെ കൂടി വരുന്ന ആളുകളോട് ദൈവവചനത്തിൽ നിന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗീയ പ്രത്യാശയെക്കുറിച്ചും സവിസ്തരമായി പറയണമെന്നാണ് എൻ്റെ താല്പര്യം. അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ലോക്കൽ സഭയും എൻ്റെ ശവസംസ്കാരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു. 40 വർഷം ഞാനൊരു സുവിശേഷകനായിരുന്നു. കർത്താവെ, വേദനയോടുകൂടെ നാളുകൾ കഴിക്കുവാൻ ഇടയാകാതെ നിന്റെ അടുക്കലേക്ക് എന്നെ വിളിച്ചു ചേർക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് തള്ളിക്കളഞ്ഞു. ഇന്ന് പകലിലും ജീവനോടെ നിന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം അവസരം നൽകിയതിൽ ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം 8 മാസം നിരന്തരമായി കീമോതെറാപ്പിക്ക് ഞാൻ വിധേയനായി. അതും വലിയ വ്യഥയുടെയും ബുദ്ധിമുട്ടിൻ്റെയും ദിവസങ്ങളായിരുന്നു. എങ്കിലും അവയെ അതിജീവിക്കുവാൻ ദൈവം തൻ്റെ സഹായം, കൃപ അതത് സമയങ്ങളിൽ എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. അതിനുശേഷം 1.5 മാസം എല്ലാ ദിവസവും റേഡിയേഷന് ഞാൻ വിധേയനായി. അത് ഇവിടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ അതത് സമയങ്ങളിൽ സഹായിച്ചു കൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി അറിഞ്ഞ എല്ലാ ദൈവമക്കളും കർത്തൃദാസന്മാരും വളരെ കാര്യമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അനേകരെ ഹോസ്പിറ്റലിലും വീട്ടിലും കടന്നു വന്ന് എന്നെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ നല്ല ഹോസ്പിറ്റലിൽ പോകുകയും എനിക്ക് നല്ല ഡോക്ടർമാരെ കാണുവാൻ ഇടയാകുകയും നല്ല ചികിത്സ ലഭിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് സൗഖ്യമുണ്ടായത് പ്രാർത്ഥിക്കുന്ന 1000 ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്ന് പറയുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സമയക്കുറവ് കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അങ്ങനെ അവസാനിപ്പിക്കട്ടെ. അതിനുശേഷം
നമ്മുടെ നാട്ടിൽ അധികമില്ലാത്ത ഒരു ടെസ്റ്റ് ഞാൻ എടുക്കുകയുണ്ടായി. ഒരു മുടിയുടെ 100% ശരീരത്തിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കപ്പെടുന്ന ഒരു പുതിയ ടെസ്റ്റ്. അത് എടുത്തപ്പോൾ റിപ്പോർട്ട് ലഭിച്ചു, ശരീരത്തിലെങ്ങും ക്യാൻസറിന്റെ ഒരു കുഴപ്പവുമില്ല എന്ന് കണ്ടുപിടിക്കപ്പെടുവാനിടയായി. ഇന്ന് പകലിൽ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 ദിവസം ഇവിടെ നടന്ന പ്രാർത്ഥനയിൽ വരുവാനും അതിൽ സംബന്ധിക്കുവാനും ശുശ്രൂഷിക്കുവാനും ദൈവം എനിക്ക് അവസരം തന്നു. ഇപ്പോൾ സ്വയമായി വണ്ടി ഓടിക്കുന്നതിനും ദൂരസ്ഥലങ്ങളിൽ പോകുന്നതിനും ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനും ദൈവം എനിക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നെ രക്ഷിച്ച കർത്താവിന്, സൗഖ്യമാക്കിയ കർത്താവിന് ഇന്ന് പകലിൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ എല്ലാ ദിവസവും ഇവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്കുണ്ടായി വിടുതലിന് ഇന്ന് പകലിൽ ദൈവമക്കളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാൽ വിടുതൽ ദൈവം തരും എന്നതിന്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന അനേക ദൈവദാസന്മാർ, അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ആദ്യ ദിവസങ്ങളിൽ കാണാൻ വന്ന ഒരുപാട് ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ആളുകൾ വരുമ്പോൾ ഞങ്ങൾക്കൊരു വിശാലമായ മുറ്റമുണ്ട്. വീടിന്റെ 2 സൈഡിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ഇങ്ങനെ ആളുകൾ വരികയും വണ്ടി പാർക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ അയലത്തുകാർ പരസ്പരം വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ മരിച്ചുപോയി, ആളുകൾ ഒത്തിരി വരുന്നു കാണാൻ. ദൈവത്തിന് സ്തോത്രം. അവരിൽ ചിലർ ഓടി വീട്ടിൽ വന്നപ്പോൾ വന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ഞാൻ സംസാരിക്കുന്നതാണ് കണ്ടത്. ഇന്ന് പകലിൽ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് ഞാൻ ഒരിക്കലൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ ദൈവികാലോചന ഇന്ന് പകലിൽ പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇവിടുത്തെ നമ്മുടെ പ്രത്യേക വിഷയം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നുള്ളതാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-27 വാക്യങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വായിക്കാം. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവിൻ. നിങ്ങളും എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവീൻ. ഇവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവം അയക്കുന്ന കാര്യസ്ഥരായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അവന്റെ സാക്ഷികൾ ആകണമെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളും സാക്ഷ്യം പറയണം. പരിശുദ്ധാത്മാവ് ലഭിച്ച, പരിശുദ്ധാത്മനിയോഗം ലഭിച്ച, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന സകല ദൈവമക്കളോടും ദൈവത്തിനൊരു കൽപ്പനയുണ്ട്. നിങ്ങൾ സാക്ഷികളാകണം, നിങ്ങൾ സാക്ഷ്യം പറയണം, യേശുവിനെ ഉയർത്തണം, യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കണം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാർ ഉൾപ്പെടെയുള്ള സകല ദൈവമക്കളും ഈ കൽപ്പനയ്ക്ക് വിധേയരാണ്. നാം കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സാക്ഷ്യം നാം പറയുന്നതിന് മുൻപേ
പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷ്യം പറയും മുൻപേ നമുക്ക് തന്നെ വരേണ്ട ഒരു പ്രത്യേക സാക്ഷ്യം കാര്യമുണ്ട്. അവ നമ്മുടെ സ്വഭാവ രൂപീകരണമാണ്. കുഴഞ്ഞ ചേറ്റിൽ, മോശമായ വഴിയിൽ ഒക്കെ കിടന്ന നാം കർത്താവ് തന്റെ രക്തത്താൽ നമ്മളെ കഴുകി, നമ്മളെ വിശുദ്ധീകരിച്ച് മറ്റൊരു മനുഷ്യരാക്കി കർത്താവ് നമ്മെ തീർത്തു. പുസ്തകത്തിൽ പലയിടത്ത് വായിക്കുന്നത് പോലെ പുതിയ ഹൃദയം ലഭിച്ചു, പുതിയ മനുഷ്യരായി, പുതിയ നിലപാടുകൾ വന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ദൈവം നമുക്ക് പുതിയവ തന്നു. പുതിയ മനുഷ്യരായി നാം തീർന്നു. ഇന്ന് പകലിൽ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ നാം സാക്ഷ്യം പറയണം. സാക്ഷ്യം പറയും മുൻപേ നമുക്ക് തന്നെ ഒരു വ്യത്യാസം വരണം. നമ്മുടെ സ്വഭാവത്തിന് ഒരു രൂപീകരണം ഉണ്ടാകണം. ചില നാളുകൾക്ക് മുൻപ് ഒരു അഡ്വക്കേറ്റ് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു. ധാരാളം കേസുകൾ ഉള്ള ഒരാളാണ് ദൈവകൃപയിലേക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാന് രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലായി കർത്താവിന് നിരക്കാത്തതൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനൊരു പുതിയ സൃഷ്ടിയായി. അതുകൊണ്ട് കള്ളുകുടിയന്മാരുടെയും മോശമായി ജീവിക്കുന്നവരുടെയും ഒക്കെ കേസുകൾ ഞാൻ വിട്ടുകളഞ്ഞു. അപ്പൊ കേട്ടുനാൾ ചോദിച്ചു, സാറേ അങ്ങനെയുള്ളവരുടെയൊക്കെ കേസ് വിട്ടു കഴിഞ്ഞാൽ സാറിനിപ്പോ എന്തോ ചെയ്യുന്നേ? ഞാനിപ്പോ പെന്തിക്കോസുകാരുടെ കേസുകൾ മാത്രമേ വാദിക്കുന്നുള്ളൂ. അപ്പം സാറെ ജീവിക്കണ്ടേ? ഈ പെന്തിക്കോസുകാരുടെ കേസുകൾ ഇങ്ങനെ മാത്രം വാദിച്ച് ജീവിച്ചു പോയാൽ കാര്യങ്ങൾ നടക്കുമോ? അദ്ദേഹം പറഞ്ഞു, മറ്റേതിനേക്കാൾ ഒരുപാട് കേസുകൾ ഞാൻ ഇപ്പോൾ ഇഷ്ടം പോലെ ബിസിയാ, എനിക്കൊരു കുഴപ്പവുമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? പെന്തിക്കോസുകാരെ, ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ചവരെ, പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ, സാക്ഷ്യം പറയാൻ ചാടി പുറപ്പെടും മുൻപ് സ്വയം ഇരുന്ന് സ്വഭാവ രൂപീകരണം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. കുഞ്ഞാട് ചെന്നായോടുകൂടെ വാഴും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ചെന്നായോടുകൂടെ ഒരു കുഞ്ഞാട് ഒരു രാത്രി കഴിഞ്ഞാൽ രാവിലെ കുഞ്ഞാടിനെ കാണത്തില്ല. രാവിലെ ആ കുഞ്ഞാടിനെ കണ്ടാൽ അതിന്റെ അർത്ഥം ആ ചെന്നായ്ക്ക് എന്തോ വ്യത്യാസം വന്നു. അതുവരെ മൃഗങ്ങളെ കൊന്നു തിന്ന ചെന്നായ അതിന്റെ ടേസ്റ്റ് മാറി, അതിന്റെ രുചി മാറി, പുല്ലിനോടൊരു താല്പര്യം തോന്നി. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഒരു മാറ്റം, ഒരു വ്യത്യാസം അഭിഷേകം പ്രാപിച്ചവർക്ക് വേണം. ഇവിടെ കൗൺസിലായിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കമ്മീഷനായി ഞങ്ങളെ വിടാറുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് ആ പ്രോബ്ലത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, അവിടെ ഉണ്ടാകുന്ന വാശിയും വൈരാഗ്യവും ഒക്കെ കണ്ടാൽ കർത്താവിനെ കണ്ടുമുട്ടിയവരാണോ എന്ന് തോന്നിപ്പോകും. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, അതിന് സമയം ചെലവഴിക്കാതെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ സ്വയം നിയന്ത്രിതരായി, നല്ല സ്വഭാവമുള്ളവരായി, മാതൃകയുള്ളവരായി കർത്താവിനെ സേവിക്കണം. കുറച്ചുനാൾ മുൻപ് ചില സുവിശേഷകർ സാമുദായിക വീടുകളിൽ കയറി കർത്താവിനെ കുറിച്ച് പറഞ്ഞു. കേട്ടുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കാര്യങ്ങളാ, പക്ഷേ നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നാം പറയുന്ന മെച്ചമായ കാര്യങ്ങളോടൊപ്പം നമ്മളെയും ആളുകൾ
ഇഷ്ടപ്പെടണം. മാന്യതയോട്, മാതൃകയോട്, നല്ല സ്വഭാവത്തോട് കർത്താവിനെ സേവിച്ചാൽ അവര് പറയുന്ന സാക്ഷ്യത്തിന് കർത്താവ് വില കൽപ്പിക്കുന്നത്, ആളുകൾ വില കൽപ്പിക്കുന്നത്. ഒരിക്കൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുൻപിൽ ആടിപ്പാടി അവൻ കർത്താവിനെ സ്തുതിച്ചു. അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദൂരെ ഇരുന്നു കൊണ്ട് മീകൾ അത് കണ്ടു. അവൾ ഒരു ചെറിയ കുറിപ്പ് കൊടുത്തയച്ചു. ദാവീദേ, സാധാരണക്കാരെ പോലെ ഈ ആളുകളുടെ മുൻപിൽ ഇങ്ങനെ തുള്ളുകയും ചാടുകയും ചെയ്യരുത്. നമ്മൾ ഈ രാജ്യം ഭരിക്കുന്ന രാജാവ്, നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്യണം. അവൻ തിരിച്ച് മറുപടി കൊടുത്തു, മീകളെ, നീ ഒരു രാജകുടുംബത്തിൽ ജനിച്ചതാ, നീ ഒരു രാജാവിന്റെ മകളായി വളർന്നതാ, ഒരു കൊട്ടാരത്തിലാണ് നീ വളർന്നത്. ഇപ്പോൾ മറ്റൊരു രാജാവിന്റെ രാജ്ഞിയായി വേറൊരു കൊട്ടാരത്തിൽ വാഴുകയാ. എന്നാൽ ഞാനോ ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന കാലത്ത് സ്വർഗം എന്നെ രാജാവാക്കിയത്. അതുകൊണ്ട് ഇവരധികമായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവ് പ്രാപിച്ചവർ സ്വയമായി സ്വഭാവ രൂപീകരണം വരുത്തി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ്. അതിനാണ് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ മേൽ പകർന്നത്. മീകൾ പറഞ്ഞു, എവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം ആടിന്റെ പുറകെ നടന്നവനല്ലേ, എവരിതൊന്നും മനസ്സിലാകത്തില്ലെന്ന്. ദാവീദ് വിളിച്ചു പറഞ്ഞു, ഞാൻ ആടിന്റെ പുറകെ നടന്നെന്നുള്ളത് ശരിയാ, നീ കഴുതയുടെ പുറകെ നടന്നവന്റെ മകളാന്നുള്ളത് മറക്കരുതെന്ന് പറഞ്ഞു. അവരവർക്കുള്ളത് പലതും മറച്ചു വെച്ചേച്ച് മറ്റുള്ളത് പലതുമാകുവാൻ നാം വെമ്പൽ കൊള്ളുമ്പോൾ ഇന്ന് പകലിൽ അഗ്നിജാലയ്ക്കൊത്ത് കണ്ണുള്ള കർത്താവിന്റെ ആ അടുക്കലാണ് നാം നിൽക്കുന്ന ഓർമ്മയോടുകൂടെ ദൈവത്തെ സേവിപ്പാൻ ഇന്ന് പകലിൽ നമുക്കിടയാകട്ടെ. പാസ്റ്റർ PM ഫിലിപ്പ് അവറുകൾ പറഞ്ഞ ഒരു കാര്യം എന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് പൊടിമല മത്തായിച്ചൻ എന്ന കർത്തൃദാസൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ ധാരാളം ദിവസങ്ങൾ പൂവത്തൂരും കുമ്പനാട്ടും ഒക്കെ കാത്തിരുന്നു. അഭിഷേകം പ്രാപിച്ചില്ല. തന്നോടുകൂടെ കാത്തിരുന്ന പലർ ആത്മനിറവ് പ്രാപിച്ചു.
ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി ഒരു ശക്തി എന്നിലേക്കെന്നാലും അനുനിമിഷം പകർന്നു തുടങ്ങി പുതിയൊരു ശക്തി എന്നിലേക്കെന്നാലും അനുനിമിഷം പകർന്നു തുടങ്ങി ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവരോട് ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവരോട് ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി ആത്മനദി എന്റെ മുട്ടോടെ എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ ആത്മനദി എന്റെ മുട്ടോടെ എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ അത്യന്ത ശക്തിയാൽ മൺകൂടാരമൻ പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി അത്യന്ത ശക്തിയാൽ മൺകൂടാരമൻ പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളുടെ ഞാൻ കാത്തിരുന്നപ്പോൾ ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളുടെ ഞാൻ കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി
ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ എടുക്കപ്പെട്ടിരിക്കുന്ന ഈ ധനശേഖരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ടും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജൻ ചാക്കോ അവர்கள் മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പൊതുയോഗത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസന്മാരെ കൂടി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നതിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച ഓർക്കണമേ. അവിടുത്തെ മക്കൾക്ക് വലിയ പ്രതിഫലങ്ങൾ കൊടുക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിന് വ്യാപ്തിക്കായി ചെലവിടുവാൻ കർത്താവിടയാക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ദൈവവചനവുമായി കടന്നു വരുന്ന കർത്തദാസന്മാരെ ശ്രേഷ്ഠമായ കരങ്ങൾ വഹിക്കുകയും സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായും ഞങ്ങൾ ഇടപെടുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങളായി നിറയ്ക്കണമേ, പരവിനായിട്ടൊരുക്കണമേ. യേശു ക്രിസ്തുവിൻ അൻപേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദൈവം ഉണ്ടായി കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇത് പര്യന്തം കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് ഓർത്ത് ഒന്നുകൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന്മാർ മുഖാന്തരമായി അനുഗ്രഹീതമായ വചനങ്ങളെ ഇതുവരെ നാം ശ്രവിപ്പാൻ കർത്താവ് സഹായിച്ചു. തുടർന്ന് 2 അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ നമ്മളോട് ദൈവദിനം വീണ്ടും ശുശ്രൂഷിക്കുവാൻ പോകുകയാണ്. അവരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി പാസ്റ്റർ ഡാനിയേൽ കൊന്ന നിൽക്കുന്നതിൽ നമ്മുടെ മധ്യത്തിൽ ദൈവദിനം ശുശ്രൂഷിക്കുന്നതാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി വളരെയധികം സ്വദേശത്തും വിദേശത്തുമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു ദൈവദാസനാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരള സ്റ്റേറ്റ് കൗൺസിൽ ആൻഡ് പ്രസ്ബിറ്ററിയുടെ മെമ്പറായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് താനിപ്പോൾ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവാഞ്ചലിസം ബോർഡ് വൈസ് ചെയർമാനായും വർക്കല ഏരിയ കൺവീനറായും ജയോത്സവം വർഷിപ്പ് സെന്ററിന്റെ പാസ്റ്ററായും താനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല അനുഗ്രഹീതനായ ഒരു കൺവെൻഷൻ പ്രാസംഗികൻ കൂടെയാണ്. പ്രിയ ദൈവദാസൻ പ്രാരംഭത്തിൽ നമ്മുടെ മധ്യത്തിൽ ദൈവദിനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അതിനുശേഷമായി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ CC ഏബ്രഹാം അവറുകൾ വടശ്ശേരിക്കര ഡിസ്ട്രിക്റ്റിന്റെ ശുശ്രൂഷകനും അതുപോലെ തന്നെ IPC കേരള സ്റ്റേറ്റിന്റെ കൗൺസിൽ മെമ്പറും പ്രസ്ബിറ്ററി മെമ്പറുമായി ഒക്കെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ ഒടുവിലായി നമ്മുടെ മധ്യത്തിൽ ദൈവദിനത്തിൽ ശുശ്രൂഷിക്കുന്നതാണ്. പ്രാരംഭമായി പാസ്റ്റർ ഡാനിയേൽ കൊന്ന നിൽക്കുന്നതിൽ മുൻപോട്ട് കടന്നു വരികയും ദൈവദിനം ശുശ്രൂഷിക്കുകയും ചെയ്തു. അതിനുശേഷമായിട്ട് പാസ്റ്റർ CC ഏബ്രഹാം അവറുകൾ നമ്മുടെ മധ്യത്തിൽ ദൈവദിനം ശുശ്രൂഷിക്കും. ഈ 2 ദൈവദാസന്മാരെയും ദൈവം കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുവാൻ നമ്മുടെ കരങ്ങളെ ഒന്നുകൂടെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുകവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ ഡാനിയേൽ കൊന്ന നിൽക്കുന്നതിൽ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 90ാമത് ജനറൽ കൺവെൻഷനിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എൻ്റെയും ജീവിതത്തിൽ അവസരം തന്നതോർത്ത്, ഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ സെഷൻ്റെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ PA ജോർജ് അവറുകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി സ്തുത്യർഹമായ സേവനം അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അദ്ദേഹത്തോട് ഒരുമിച്ച് സമയം ചെലവിടുവാൻ കർത്താവ് തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. എനിക്ക് മുമ്പായിട്ട് അല്പമായ സമയങ്ങളിൽ ആശംസകൾ അറിയിക്കുകയും ശക്തമായ ദൂത് അറിയിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പാസ്റ്റർ CP മോഹനായി, ബ്രദർ CV മാത്യു സാറ്, അതുപോലെ എൻ്റെ സുഹൃത്ത് ജോജി, ശക്തമായ ആത്മീക ആലോചന ദൂത് അനുഭവത്തിലൂടെ പ്രസംഗിച്ച പാസ്റ്റർ ബേബി കടമ്പനാട് അവറുകൾ, അതുപോലെ തന്നെ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന മറ്റ് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഡൽഹി സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന
പാസ്റ്റർ കെ ജോയി ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, മറ്റ് ഈ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ, ജില്ലകളിൽ, ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എന്നുള്ള സന്ദേശമാണ്. ഈ സമയം എനിക്കറിയാം, വളരെ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് ആഹാരമൊക്കെ കഴിച്ച് അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഊർജ്ജമൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ഫിസിക്കലി ഇച്ചിരി വീക്കായിരിക്കുന്ന സമയമാണ് ഉച്ച കഴിഞ്ഞുള്ള സമയം. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ഷീണവും മാറിപ്പോകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മറ്റെല്ലാ ശക്തിയേക്കാൾ അപ്പുറമാണ്. എല്ലാത്തിനേക്കാൾ സൂപ്പർ നാച്ചുറൽ പവറാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് നമ്മൾ കുറച്ചുപേര് അവിടെ ഇവിടങ്ങളിലായി ഈ പന്തലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ബലഹീനമായ മൺകൂടാരത്തിലേക്ക് വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ക്ഷീണങ്ങൾ മാറിപ്പോകും, അത്ഭുതങ്ങൾ നടക്കും, രോഗികൾ സൗഖ്യം പ്രാപിക്കും. ആമേൻ. ഇവിടെ എത്ര പേരുണ്ടെന്നുള്ളത് ദൈവത്തിന് പ്രസക്തിയല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞ്, നിന്റെ ആവശ്യം അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ പന്തലിന്റെ കീഴെ വ്യാപരിക്കുന്നുണ്ട്. ഇത് പ്രാർത്ഥിച്ച ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ ഇതിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിയുവാനിടയായി. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണ് ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് നടക്കുന്നതെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അഭിഷേകത്തിന്റെ സാന്നിധ്യം, ശക്തി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അതിന് 34-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അവൻ ആത്മാവിനെ എങ്ങനെ കൊടുക്കുന്നു? എങ്ങനെ കൊടുക്കുന്നേ? അളവ് കൂടാതെ എത്രേ കൊടുക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് അളന്നല്ല പകർന്നിരിക്കുന്നത്, അളവ് കൂടാതെയാണ്. എത്ര തന്നാലും എത്ര നമ്മുടെ മേൽ പകർന്നാലും നമുക്ക് കേടുവരാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിന് പരിമിതിയുണ്ട്. 1 പ്ലേറ്റ് കഴിക്കുന്നവരുണ്ട്, 1/2 പ്ലേറ്റ് കഴിക്കുന്നവരുണ്ട്, 2 പ്ലേറ്റ് കഴിക്കുന്നവരുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ കഴിച്ച വിവരം അറിയും. 7up വാങ്ങിച്ച് കുടിച്ച് 1 ലിറ്ററും 2 ലിറ്ററുമാണ് ഒറ്റ ഇരിപ്പ് കുടിക്കും. എന്നാൽ അതിൽ കൂടുതൽ കുടിച്ചാൽ എന്ത് ചെയ്യും? വിവരം അറിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ, ലോകത്തിലെ എന്ത് നമുക്ക് കിട്ടിയാലും അത് ഒരളവിനപ്പുറത്ത് കിട്ടിയാൽ അത് അപകടകരമാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ദൂത് പറയുക, നിങ്ങളുടെ മേൽ എത്ര പകർന്നാലും നിങ്ങൾക്ക് ഒരു കേടും പറ്റാത്ത, ഒരു കേട് സംഭവിക്കാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് പകൽക്കാലം ഈ കൺവെൻഷന്റെ 3-ാമത്തെ പകൽക്കാലം ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവജനത്തിന്റെ മേൽ അളവ് കൂടാത്ത അഭിഷേകത്തിന്റെ ശക്തി എന്റെ ദൈവം പകരാൻ പോകുകയാണ്. ഈ പന്തലിനകത്തൊന്ന് മാത്രമല്ല, ഈ പന്തലിന്റെ പുറത്ത്, ഈ കോമ്പൗണ്ടിനകത്ത്, കോമ്പൗണ്ടിന്റെ വെളിയിൽ നീ എവിടെയായിരുന്നാലും ഇന്നു രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം നിമിത്തം നീ ആളും അറിയവനായി തീരാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തിരുവനന്തപുരത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പ്രത്യേകത, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹോമിയോ കുപ്പിക്കകത്ത്, ഹോമിയോ കുപ്പി എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, ഹോമിയോ കുപ്പിക്കകത്ത് എണ്ണ തരും. പേരൊന്നും പറയുന്നില്ല പള്ളിയുടെ. ആ കുപ്പി വാങ്ങിച്ചുകൊണ്ട് വന്ന് മണരാരണ്യത്തിൽ മുട്ടുമേൽ നിന്ന്
ഭക്തിയോടെ ആ എണ്ണ നെറ്റിയിൽ പുരട്ടി അവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ റൂഹായുടെ മേൽ വരണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിനെ കുപ്പിക്കകത്താക്കി കൊടുത്തിരിക്കുക. എവിടെ ആക്കി കൊടുത്തിരിക്കുന്നത്? കുപ്പിക്കകത്ത്. പരിശുദ്ധാത്മാവിനെ കുപ്പിക്കകത്ത് കൊടുത്തിരിക്കുക. സ്തോത്രം. പെന്തിക്കോസുകാർക്ക് കുപ്പിക്കകത്തല്ല ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്നത്, കുപ്പിക്കകത്തല്ല തന്നിരിക്കുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്തിരിക്കുക, കുപ്പിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ബുദ്ധിക്കകത്താക്കിയിരിക്കുക. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പൊ പരിശുദ്ധാത്മാവല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുക. പരിശുദ്ധാത്മാവ് എത്രത്തോളം പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനായിട്ട് മാറിയിരിക്കുക. ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകർന്നിരിക്കുന്നത് നീ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയല്ല. പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് എന്ത് ഈ തലമുറയിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ നീ ഏതു വ്യക്തിയുമായി കൊള്ളട്ടെ, നിന്റെ പശ്ചാത്തലം ദൈവത്തിന് വിഷയമല്ല. നിന്റെ ബാക്ക്ഗ്രൗണ്ട്, നിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്റെ ദൈവത്തിന് വിഷയമല്ല. നിന്റെ ചുറ്റുപാടുകൾ ദൈവത്തിന് വിഷയമല്ല. നീ ഏത് കുടുംബത്തിൽ പിറന്നവനാണെന്ന് എന്റെ ദൈവത്തിന് വിഷയമല്ല. നീ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവനാണെന്ന് എന്റെ ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതം ദൈവ സന്നിധിയിൽ പരിശുദ്ധാത്മാവേ നീ എന്നെ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, നിന്റെ പേഴ്സണാലിറ്റി നോക്കാതെ, നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി പകർന്ന് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ആമേൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ആ ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം ഈ പന്തലിനകത്ത് ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യന്, ദൈവത്തിന്റെ പൈതലിന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് നന്മയുണ്ടായി, എന്താ BMW കാർ മേടിക്കാൻ, മേഴ്സിഡസ് ബെൻസ് മേടിക്കാൻ, വൻമാളിക പണിയാൻ എനിക്ക് ഭാഗ്യമുണ്ട്. അതാ ദൈവം തന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ല. ഈ ലോകത്തിലെ ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും അല്ല ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. സംശയമുണ്ട്? വായിച്ചാട്ടെ. ലൂക്കോസിന്റെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-12 വാക്യം. മൈക്കുള്ള സഹോദരിമാരില്ലേ? അങ്ങനെ ദോഷികളായ നിങ്ങൾ, വായിച്ചു കേൾപ്പിച്ചാട്ടെ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുക, ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ഒരപ്പൻ മകനോട് മീനിനെ ചോദിച്ചാൽ അവൻ എന്തിനെ കൊടുക്കുമോ? പാമ്പിനെ കൊടുക്കുമോ? അവന് മുട്ട ചോദിച്ചാൽ അവന് തേളിനെ കൊടുക്കുമോ? ഇല്ല. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന. അടുത്ത് വായിച്ചാട്ടെ. എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്നാ പറഞ്ഞേ. എന്തോ കൊടുക്കുമെന്നാ? നന്മ കൊടുക്കുമെന്ന്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. എത്ര പേര് അങ്ങനെ കൈ ഉയർത്തി പറഞ്ഞാട്ടെ. നന്മ കൊടുക്കും എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അതേ വാക്യം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇതേ ഇൻസിഡന്റ്, ഇതേ സെന്റൻസ്, ഇതേ ഭാഗം അവിടെ ഉദ്ധരിച്ചിരിക്കുക. എന്നാൽ നിങ്ങൾ ഒരു അപ്പനോട് ഒരു മകനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അവന് കല്ലിനെ കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? പാമ്പിനെ കൊടുക്കുമോ? അടുത്തത്,
മുട്ട ചോദിച്ചാൽ മുട്ട തേളിനെ ചോദിച്ചാൽ കൊടുക്കുമോ? നിങ്ങൾ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ നല്ല അറിയുന്നുവെങ്കിൽ ദാനങ്ങളെ കൊടുപ്പാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എന്തിനെ കൊടുക്കുമെന്നാ പറഞ്ഞേ? എത്ര അധികം നമ്മൾ കൊടുക്കും? നേരത്തെ വായിച്ചത് നന്മ ഈസ് ഈക്വൽ ടു ഹോളി സ്പിരിറ്റ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഭൂമിയിൽ ദൈവം നിനക്ക് തന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്നറിയാമോ? അത് പരിശുദ്ധാത്മാവാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, നീ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, നീ രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആരും നിന്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, നീ ഒറ്റയ്ക്ക് പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ കൈക്ക് പിടിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇതുവരെ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ കൃപ നിനക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മീറ്റിംഗിൽ എന്റെ ദൈവം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ പോക്കറ്റിൽ 1 രൂപ പോലും എടുക്കാനില്ലെങ്കിലും, നിനക്ക് പാർക്കാൻ ഒരു പുര പോലുമില്ലെങ്കിലും, നിനക്ക് സഞ്ചരിക്കാൻ ഒരു ബൈസൈക്കിള് പോലുമില്ലെങ്കിലും, ആമേൻ, 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 ലോകപ്രകാരം മനുഷ്യൻ നന്മ എന്ന് പറയുന്ന ഒന്നും നിന്റെ കയ്യിലില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിനക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം എത്ര വലിയ പ്രതിസന്ധി നീ കടന്നു പോകേണ്ടി വരട്ടെ, എത്ര വലിയ രോഗത്തിന്റെ അടിമയായി നീ തീരേണ്ടി വരട്ടെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ്. ഏറ്റെടുക്ക. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ഏറ്റെടുത്താട്ടെ. ഇന്ന് പകൽക്കാലം ആര് പ്രസംഗിക്കുന്നു എന്നുള്ള പ്രസക്തിയില്ല, എത്ര നേരം പ്രസംഗിച്ചു എന്നുള്ള പ്രസക്തിയില്ല. ഈ ഹോളിനകത്ത്, പന്തലിനകത്ത് ഇരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഇതിനകത്ത് ഇതിന്റെ അഭിഷക്തന്മാരെ ഈ 2014 എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ ലോകം നോക്കുമ്പോൾ നമ്മുടെ മൈനോറിറ്റി ആണെന്ന് പറഞ്ഞെന്ന് വരാം. ലോകം നോക്കുമ്പോൾ നമുക്ക് പ്രസവത്തിരിയൊന്നും ഇല്ലായിരിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, വില്ലേജ് ഓഫീസിൽ ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കേരളത്തിൽ ചെന്നപ്പോൾ പെന്തിക്കോസ്തുകാരെന്നുള്ള തസ്തിക പോലും അവിടെ ഇല്ല. ലോകത്തിന്റെ ലിസ്റ്റിൽ നിനക്ക് പേരില്ലായിരിക്കാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ലോകത്തിന്റെ ലിസ്റ്റിൽ നിനക്ക് പേരില്ലായിരിക്കാം, ലോകത്തിന്റെ മാന്യതയുടെ സീറ്റിൽ നിനക്ക് സീറ്റില്ലായിരിക്കാം. എന്നാൽ നിനക്ക് പറയാൻ കഴിയുമോ? എന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അഭിഷേകമുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആരും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകം, അത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകമാണ്. അത് പിശാചിന്റെ കോട്ടകളെ ഇടിക്കുന്ന അഭിഷേകമാണ്. അത് രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന അഭിഷേകമാണ്. ഓ, പവർ, പവർ, പവർ. എനിക്കറിയാം ദൈവ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്ത് ദൈവ കൃപ വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും തട്ടി ഉണർത്തി അവരുടെ മേൽ പകരുന്ന ഒരു അഭിഷേകമുണ്ട്. പവർ, 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 പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. സംഭവകഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയാം. അമേരിക്കയിൽ ഒരു റെസ്ലിംഗ് നടന്നു, കാറ്റ് റെസ്ലിംഗ്, പൂച്ചകൾ തമ്മിലുള്ള റെസ്ലിംഗ്, ഒരു വലിയ യുദ്ധം, ഒരു ഗെയിമാണ്. ഫൈനലിൽ ഏത് രാജ്യങ്ങൾ വന്നതറിയാം? അമേരിക്കയുടെ പൂച്ചയും സൊമാലിയയുടെ പൂച്ചയും ഫൈനലിൽ വന്നു. അമേരിക്കയുടെ പൂച്ച ഉച്ചയായതുകൊണ്ടാണ് ഈ സ്റ്റോറി പറയുന്നത്. വൈകുന്നേരമാണെങ്കിൽ പറയത്തില്ലായിരുന്നു. ഉറങ്ങുന്നവരൊന്ന് എഴുന്നേറ്റെന്ന് വിചാരിച്ച. സൊമാലിയയുടെ പൂച്ചയും അമേരിക്കയുടെ പൂച്ചയും ഫൈനലിൽ വന്നു. എല്ലാരും പറഞ്ഞു, ഇപ്പൊ സൊമാലിയയുടെ പൂച്ച, പട്ടിണി രാജ്യമായ സൊമാലിയയുടെ പൂച്ചയല്ലേ, ഇവനെ ഇപ്പൊ അമേരിക്കയുടെ പൂച്ച തൂക്കി താഴെ അടിക്കും. യുദ്ധം നടന്നു. ആ ഗെയിം തുടങ്ങി, റെസ്ലിംഗ് തുടങ്ങി. ഒരു 10-15 മിനിറ്റ് ഒക്കെ അമേരിക്കയുടെ പൂച്ച പിടിച്ചൊക്കെ നിന്ന് കേട്ടോ.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സൊമാലിയുടെ പൂച്ച ഇതിനെ പൊക്കിയെടുത്ത് താഴെ അടിച്ചു. സൊമാലിയുടെ പൂച്ച ജയിച്ചു. എല്ലാവർക്കും അത്ഭുതമായി, എന്തോ സംഭവിച്ചു, സൊമാലിയുടെ പൂച്ച ജയിച്ചല്ലോ. ഉടനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പത്രക്കാരെല്ലാം ഒരുമിച്ച് കൂടി സൊമാലിയുടെ പൂച്ചയുടെ കോച്ചിനെ വിളിച്ച് ചോദിച്ചു, എന്തോ പറ്റി, നിന്റെ പൂച്ച ഇത്രയും പവർഫുൾ ആകാൻ കാരണം എന്താ? അദ്ദേഹം ഞാൻ രഹസ്യം പറയാം, ഇത് പൂച്ചയല്ല, പട്ടിണി കിടന്ന് പുലി പൂച്ചയായി പോയതാണ്. ഇത് പുലിയാ, പട്ടിണി കിടന്ന് പുലി എന്തായി മാറി. ഇപ്പൊ കണ്ട പൂച്ചയെ പോലാണ് അകത്ത് വ്യാപരിക്കുന്ന ശക്തി പുലിയുടെയാ. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നുണ്ടോ? അവൻ നിന്നെ കണ്ടാൽ നിന്നെ ഓഞ്ഞായിരിക്കുന്നതെങ്കിലും, നിന്നെ കണ്ടാൽ എഴുന്നേറ്റിരുന്നൊരു സ്വോത്രം പറയാൻ ശക്തിയില്ലെങ്കിലും, നിന്നെ കണ്ടാൽ ലോകത്തിന് മുമ്പിൽ ഒരു മാന്യതയില്ലെങ്കിലും നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഇന്ന് രാത്രി ലോകത്തിന് അത്ഭുതം കൂറുമാറ് പത്രോസിനെ കണ്ട്, ഇവർ സാധാരണ മനുഷ്യരെങ്കിലും ചെയ്യുന്ന അത്ഭുതം നോക്ക് എന്ന് പറയത്തക്ക രീതിയിൽ സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം വിശ്വസിക്ക. ഇന്ന് പകൽക്കാലം ഈ പന്തലിനകത്ത് ചില വ്യക്തി ജീവിതഘടമേ എന്റെ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ ദൈവത്തിന്റെ അഭിഷേകം നിനക്കുണ്ടെങ്കിൽ നീ ഒരിടത്തും പരാജയപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അളവറ്റ ശക്തി, ഇമ്മെഷറബിൾ ആയിട്ട് എന്റെ ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ, നിന്നെ പരിഹസിക്കുന്നവരുടെ നടുവിൽ, നിനക്കെതിരെ വാടകോരുന്നവരുടെ നടുവിൽ നിന്റെ ജീവിതത്തിന് ഒരു ദിവസം കുറിച്ച് തീർന്നെന്ന് ലോകം വിധി എഴുതുമ്പോൾ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുമെങ്കിൽ, ഈ അഭിഷേകം താഴ്വരയിൽ വ്യാപരിച്ചപ്പോൾ അവിടെ ഉണങ്ങിക്കിടന്ന അസ്ഥികൾ ജീവിച്ചെങ്കിൽ വിശ്വസിക്ക. ഈ കാറ്റടിച്ചപ്പോൾ അന്യഭാഷ പറയാൻ തുടങ്ങിയെങ്കിൽ, ഈ നദി ഒഴുകിയപ്പോൾ ജീവൻ വ്യാപരിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. ഈ അഭിഷേകം നിന്റെ മേൽ അടവ് കൂടാതെ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിലെ ദുഷ്ടപിശാച് ബന്ധിച്ചൊതുക്കിയ വിഷയങ്ങളുടെ മേൽ പവർ വിശ്വസിക്ക. ശത്രു ഒതുക്കി ബന്ധിച്ച വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഏറ്റെടുക്ക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നാം ഈ പന്തലിനകത്തുനിന്ന് യുവാക്കന്മാരത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്, അഭിഷക്തന്മാരത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങൾ ദൈവത്തിന് ആവശ്യം മിടുക്കന്മാരെയല്ല, അഭിഷക്തന്മാരെയാണ് ഇന്ന് മക്കൾ അതിനായി സമർപ്പിക്കുന്ന അനുഭവമുള്ള ദൈവമക്കൾക്കായി. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവാ. അതിനു മുമ്പ് സമയം വളരെ കുറച്ചേ ഉള്ളൂ. എന്താ സംഭവിച്ചേ? ഈ അഭിഷേകം നിന്റെ മേൽ തട്ടിക്കഴിയുമ്പോൾ നിന്റെ നിർജീവമായ അവസ്ഥകൾക്ക് മാറ്റം വരും. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വന്നത്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-8 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു. ഒരു വൃക്ഷമായിരുന്നാൽ അതിനെന്തോ ഉണ്ട്? അതിനൊരു പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളിർക്കും. അടുത്തത് അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വായിച്ചാട്ടെ. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് എന്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. നീ എത്ര തകർന്ന് തരിപ്പണമായി തീരേണ്ടി വന്നാലും, അനുഭവം പറയുന്നത് കേട്ടോ,
ബാലരമയിലെ സ്റ്റോറി പറഞ്ഞല്ല, 25-ാമത്തെ വയസ്സിൽ ഡയബറ്റിക് വന്ന് താഴെ പോയതാ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 450 വരെ ഉയർന്നതാ. ഇൻസുലിൻ ഇല്ലാതെ ഒരു നേരം പോലും നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതാ ഡോക്ടർ. അവൻ 8 വർഷം 25 മുതൽ 33 വയസ്സ് വരെ ഇൻസുലിൻ കുത്തിയതാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അതിന്റെ ശക്തികൾ മാറി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പരിശോധനകൾ വന്നാലും, നീ കെട്ടുപോയെന്ന് ലോകം പറഞ്ഞാലും, ഒരു കുറ്റി പോലുമില്ല നീ അഴുകി മാറിയെന്ന് പറഞ്ഞാലും, അഭിഷേകത്തിന്റെ നദി അളവ് കൂടാതെ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില വ്യക്തി ജീവിതങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, അഴുകിപ്പോയെന്ന് പറഞ്ഞവർ, തീർന്നു പോയെന്ന് പറഞ്ഞവർ, ഇനി ജീവൻ വെക്കത്തില്ലെന്ന് പറഞ്ഞവർ, ഇന്ന് മകൾക്കാണ് പരിശുദ്ധാത്മാവ് പറയുന്നു, യേസ്, ഹല്ലേലൂയ, അത് ജീവൻ വെക്കുന്ന മകൾക്കാലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഗന്ധം ഒന്ന് അടിച്ചാൽ മതി, പിന്നെ നിറഞ്ഞാലുള്ള അനുഭവം പറയണോ? നമ്മൾ പണ്ടൊക്കെ പറയാന്ന് TVS സ്റ്റാമ്പ് പെട്രോൾ പമ്പിന്റെ മുമ്പിലൂടെ ഒന്ന് പോയാൽ മതി, പിന്നെ 20 കിലോമീറ്റർ ചുമ്മാ വെക്കോളൂ വന്ന്. എന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേലൊന്ന് ഗന്ധം ഒന്ന് മണമടിച്ചാൽ മതി, അവൻ നിനക്ക് തളിർവിടാൻ തുടങ്ങും. ഒരിക്കലും കിളിക്കത്തില്ലെന്ന് പറഞ്ഞത്, ഒരിക്കലും നാമ്പിടത്തില്ലെന്ന് പറഞ്ഞത്. യെസ്, വിശ്വസിക്കുക. 2014 2014 ഒരിക്കലും കിളിർക്കത്തില്ലെന്ന്, നാമ്പിടത്തില്ലെന്ന് ലോകം വിധി എഴുതിയ വിഷയങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന, ദൈവത്തിന്റെ നാമ്പിടുന്ന അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുന്ന ഉടമന ഹന്തരീഖവന ദൈവത്തിന്റെ വർഷമാണെന്ന് ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്? വിശ്വസിക്കുന്നവർ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ, 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 ആമേൻ. ദൈവദാസന്മാരെയല്ല, സാധാരണക്കാരിയായി നിന്നെ ഉപയോഗിക്കാം, സാധാരണക്കാരനായി നിന്നെ ഉപയോഗിക്കാം എന്റെ ദൈവത്തിന് കഴിയോ? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ആമേൻ. യോബിന്റെ ജീവിതമായി യോബ് പറഞ്ഞത്, മർത്യൻ ഒരിക്കലും ജീവിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും അവന്റെ വിശ്വാസത്തിന്റെ മേൽ, അഭിഷേകത്തിന്റെ മേൽ, ദൈവശക്തിയുടെ മേൽ നാമ്പിടാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, എന്റെ ഭാര്യ കഠിനമായ ക്ഷയരോഗിയായിട്ട് മാറി. മർത്തോമായി ഒറ്റയ്ക്ക് ഇറങ്ങിയ ഞാൻ. എന്റെ ഭാര്യ യാക്കോബായി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ക്ഷയരോഗി, ലങ്സിനകത്തുനിന്ന് ഒരു നേരം 800 ml വെച്ച് ബ്ലഡ് ഇതുവരെ ട്യൂബിട്ട് കളയുമായിരുന്നു. ലങ്സ് മുഴുവൻ വീക്കായി, അവൻ ലങ്സ് ഹൈലി കണ്ടേജിയസ് ആയി. എന്നോട് എന്റെ ദൈവം, എന്നെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ റെസ്പിറേറ്ററി ഹെഡ് ആയിരിക്കുന്ന അവൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഡോക്ടർ എന്നെ മുറിക്കകത്ത് വിളിച്ചിട്ടുണ്ട്. നിന്റെ ഭാര്യ കിടക്കുന്ന മുറിക്കകത്ത് നീ കിടക്കരുത്, because it is highly contagious. അവൻ, ഞാൻ എന്റെ മുറിക്കകത്ത് എന്റെ ഭാര്യയുമായിട്ടൊരു മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. 2 വർഷം ആന്റി TB ടാബ്ലറ്റ്സ് കഴിച്ചാലും സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ ട്യൂബർക്കുലോസിസ് 3 മാസം കൊണ്ട് ലങ്സിനകത്ത് ഒരു സ്കാറ് പോലും ഇല്ലാതെ, ഒരു ചെറിയ പാടുപോലുമില്ലാതെ സൗഖ്യമാക്കാൻ എന്റെ ദൈവത്തിനും ഇന്ന് പകൽക്കാലം അതേ അഭിഷേകം ഈ പന്തലിൽ വ്യാപരിക്കുന്നു. അതേ അഭിഷേകം ഇവിടെ വന്ന് ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നു. ഇതിന്റെ ഗന്ധം തട്ടിയാൽ, ഇതിന്റെ ശക്തി വ്യാപരിച്ചാൽ ദുഷ്ടപിശാചിന്റെ കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പകൽക്കാലമാ. ഓ ഹല്ലേലൂയ. എന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന, എന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്.
നീ ഏത് കുടുംബത്തിലാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ഇവിടെ ആർക്കും നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ പാസ്റ്റർ ഡാനിയലിനെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, പാസ്റ്റർ സി എബ്രഹാമിനെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ലോകത്തിൽ ആർക്കും നിന്നെ അറിയത്തില്ലായിരിക്കും, പാസ്റ്റർ ജേക്കബ് ജോണിനെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, പാസ്റ്റർ കെ.സി. ജോണിനെ അറിയത്തില്ലായിരിക്കും. എന്ന പരിശുദ്ധാത്മാവിനെ അറിയാമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അഹരോനും കൂട്ടർക്കും എതിരായിട്ട് ഇസ്രായേലിനും പിറുപിറുത്തു. വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇസ്രായേലിനും പിറുപിറുത്തു. എന്താ സംഭവിച്ചെന്നറിയാമോ? മോശ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞു, മോശയോട് എല്ലാവരും വിളിക്കാൻ പറഞ്ഞു. മോശ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയാമോ? 12 വടി വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. എന്താ വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞേ? 12 വടി. 12 വടിയിലും നിങ്ങൾ പേരെഴുതണം. ഗോത്രത്തിന്റെ പേര് നിങ്ങൾ എഴുതണം. ഗോത്രപിതാക്കന്മാരുടെ പേരെഴുതണം. പേരെഴുതി നിങ്ങൾ കൊണ്ടുവരണം. ആമേൻ. എല്ലാവരും വിചാരിച്ചു ബിൽഡിംഗ് പറയുമ്പോൾ പേരെഴുതുന്ന പോലെ, റൂം കാശ് കൊടുത്താൽ റൂമിൽ പേരെഴുതി വെക്കുന്ന പോലെ എന്റെയും പേരിനിയും ദൈവാലയത്തിനകത്ത് വരുമെന്നുള്ള ചിന്തയില എല്ലാവരും മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള വടി വെട്ടിക്കൊണ്ട് വന്നു. അതിൽ അവരവരുടെ പേരെഴുതി 12 വടിയും മോശ കൈകൊണ്ട് വാങ്ങിച്ച സാക്ഷ്യ പെട്ടകത്തിന്റെ അകത്ത് കൊണ്ട് വെച്ചു. സാക്ഷ്യപെട്ടകത്തിന്റെ അകത്ത് വടി കൊണ്ട് വെച്ചിട്ട് എല്ലാവരും നിങ്ങൾ തിരിച്ചു പോക്കോളാ പറഞ്ഞു. പിറ്റേ ദിവസം 10 ദിവസം കഴിഞ്ഞല്ല, പിറ്റേ ദിവസം മോശ ചെന്ന് നോക്കി ആ സാക്ഷ്യപെട്ടകത്തിനകത്തിരിക്കുന്ന ആ അകത്തളത്തിൽ കൊണ്ട് വെച്ച ആ കമ്പിന്റെ ഗതി എന്താണെന്ന് 11 കമ്പുകളും പേരെഴുതിയ കമ്പുകൾ പലതും അവൻ 11 വെറുതെ ഇരിക്കുമ്പോൾ 12ാമത് അഹരോന്റെ പേരെഴുതിയ വടി. എന്താണെന്നറിയാമോ? ഈ സാക്ഷ്യപെട്ടകത്തിനകത്ത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനത്തിനകത്തു ഒഴുകുന്ന ആ പളങ്ക് നദി, അത് ഒഴുകുന്നിടത്ത് 12 മാസവും വിവിധ തരത്തിലുള്ള ഫലങ്ങൾ കായ്പിക്കുന്ന അതേ നദി, അതിന്റെ സാന്നിധ്യമുള്ള സാക്ഷ്യപെട്ടകത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുവച്ച വടി, അത് എല്ലാവരുടെയും വടി അനങ്ങാതിരിക്കുമ്പോൾ അഹരോന്റെ വടി തളിർക്കാൻ തുടങ്ങി. പാഹ്മലാന്റെ സീസൺ അല്ല, കാലമല്ല, സമയമെടുത്തില്ല. സയൻസിന്റെ ലോജിക്കലായിട്ടുള്ള പരിമിതികൾക്കപ്പുറത്ത് എന്താ സംഭവിച്ചെന്നറിയാമോ? വടി പൊട്ടി കിളിർക്കാൻ തുടങ്ങി. കിളിർത്തെന്ന് മാത്രമല്ല, പൂക്കാൻ തുടങ്ങി. പൂത്തെന്ന് മാത്രമല്ല, ഫലം കായ്ച്ചു. ഫലം കായ്ച്ചു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നീ നിന്റെ വിഷയത്തിന് മറുപടിക്ക് വേണ്ടി ഒരു നിശ്ചിത കാലം വെച്ചിട്ടുണ്ടെങ്കിൽ, അഭിഷേകത്തിന് നദി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, നീ ആരാണെന്ന് ലോകത്തിനു വെളിപ്പെടുത്തത്തക്ക രീതിയിൽ നിന്റെ പ്രാർത്ഥന വെറുതെയല്ലെന്ന്, നിന്റെ കണ്ണുനീര് വെറുതെയല്ലെന്ന്, നിന്റെ നിലവിളി വെറുതെയല്ലെന്ന് വെളിപ്പെടുത്തത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരിക്കലും തളർക്കത്തില്ലെന്ന് നിന്നെ കുറ്റം പറഞ്ഞ്, നിന്നെ വിധി എഴുതി, നിന്റെ തെരഞ്ഞെടുപ്പിനെ, നിന്റേതായ വിളിയെ, നിന്റേതായ കോളിങ്ങിനെ കുറ്റം വിധിക്കുന്ന ജനങ്ങളുടെ നടുവിൽ, അവൻ നിന്റെ ഉപവാസത്തെ നാണം കെടുത്തുന്ന, കളിയാക്കുന്ന ജനത്തിന്റെ നടുവിൽ നിന്റെ കമ്പിനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ കുംഭനാട് കൺവെൻഷൻ കഴിയുന്നതിന് മുമ്പ് എന്റെ പ്രാർത്ഥനയുടെ ഫലമായി ചില കിളിർപ്പുകൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? എന്റെ സഭയ്ക്കകത്ത് ചില പൊട്ടിക്കിളിർപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മറുപടിയില്ലെന്ന് ലോകം വിധി എഴുതിയ വിഷയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അതിരറ്റ അളവറ്റ ശക്തിയുടെ മുമ്പിൽ നിന്റെ വിഷയത്തിന് മറുപടി പുറത്തു വരും. ഹല്ലേലൂയ. എന്റെ ഡയബറ്റിക്കിനെ ഇൻസുലിൻ മാറ്റാൻ ദൈവ അഭിഷേകം തന്നെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ ട്യൂബർക്ലോസിസിനെ 3 മാസം കൊണ്ട് സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, നൂറുകണക്കിന് അനുഭവം ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. തളർന്നുപോയ അവയവങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ജീവൻ കൊടുക്കാൻ പറ്റിയെങ്കിൽ ഈ ദിവസങ്ങൾ നീ ക്ഷീണിച്ചു പോകണ്ട, നീ തളർന്നു പോകണ്ട. അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ ആണ്ടുകൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും നിന്റെ വിഷയത്തിന് തളർപ്പുകൾ പുറത്തു വരുമെന്ന്
വിശ്വസിക്കുക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ അവസാന നിമിഷവും ദൈവശക്തി നിന്റെ മേൽ പകരുവാൻ ദൈവം വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതിന്റെ പൂർണ്ണതയിൽ ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 2014 പരിശുദ്ധാത്മാവിന്റെ വർഷമാണ്. 2014 എന്റെ കുടുംബത്തിനകത്ത് ചില പൊട്ടിക്കിളിർപ്പിന്റെ വർഷമാണ്. എന്റെ കുടുംബത്തിനകത്ത് അമൻ ദ്രവിച്ചുപോയ, ചീഞ്ഞുപോയ, അമൻ ദുർഗന്ധം വമിക്കുന്ന ഈ അനുഭവങ്ങൾക്കകത്തുനിന്ന് ചില നാമ്പുകൾ വെളിപ്പെട്ടു വരുന്ന ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇന്ന് പകൽക്കാലം നിന്റെ നിർജീവമായി പോയ, ശൂന്യവുമായി പോയ വിഷയങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി അതിന്റെ പൂർണ്ണതയിൽ വ്യാപരിക്കുമ്പോൾ ദൈവാഭിഷേകത്താൽ നിന്റെ വിഷയങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ, ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നത് കരങ്ങളെ ഉയർത്ത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം, അത്യന്തം പരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ മൺകൂടാരങ്ങളുടെ മേൽ പകർന്ന് ദുഷ്ടപിശാച് ബന്ധിച്ച ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അത്ഭുത വിടുതൽ, സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് സംസാരിച്ചുവെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു വെരി മച്ച്. എനിക്ക് അവസരം തന്ന IPC ജനറൽ കൗൺസിലിനോട്, ദൈവസഭയോട്, ദൈവദാസന്മാരോട് എല്ലാം നന്ദി അറിയിക്കുന്നു. എനിക്ക് പിന്നാലെ ശക്തനായ ദൈവദാസൻ CC എബ്രഹാം അവരുടെ പ്രസംഗിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായി ദൈവജനം ശുശ്രൂഷിക്കുകയും വചനത്താൽ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്ത ദൈവജനം എല്ലാവരും തങ്ങളുടെ കരങ്ങളെ ഒന്നുകൂടെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. വ്യാപരിക്കുന്ന ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കാൻ നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ CC എബ്രഹാം അവർ നമ്മുടെ ദൈവജനത്തിൽ ശുശ്രൂഷിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കരങ്ങളുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവദാസന്മാരിലൂടെ ശക്തമായ സന്ദേശം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ വിടുവിക്കുന്ന അത്ഭുത വിടുതലിൻ്റെ ശക്തി ഇന്ന് പകലിലൂടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി വീണ്ടും സ്തോത്രം ചെയ്യാം. വിടുതലിന്റെ സാക്ഷ്യം ഇവിടെ കർത്തദാസന്മാർ ഇവിടെ കേൾപ്പിച്ചു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി കടമ്പനാട് മരണകരമായ രോഗത്തിൽ നിന്ന് തൻ്റെ ദാസനെ അത്ഭുതകരമായി കർത്താവ് വിടുവിച്ചു. പാസ്റ്റർ ദാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അത്ഭുത വിടുതലിനെ കുറിച്ച് ഇവിടെ സാക്ഷ്യം പറഞ്ഞു. തൻ്റെ ഭാര്യയ്ക്ക് ദൈവം നൽകിയ അത്ഭുത വിടുതലിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. വിടുവിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ വിടുതൽ ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ആ വിടുതലിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നതിനാൽ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ഈ മീറ്റിംഗിന്റെ അവസാന ഈ സെക്ഷന്റെ അവസാന സമയത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ കർത്തദാസൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഉച്ച കഴിഞ്ഞുള്ള സമയം ഏറ്റവും ശാന്തമായ ഒരന്തരീക്ഷമാണ്. ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. എന്നാൽ കർത്താവിന്റെ ദാസൻ ദൈവത്തിനെ സംസാരിച്ചപ്പോൾ എല്ലാ ക്ഷീണവും മറന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമക്കൾക്കിടയായി. തുറന്നുള്ള അല്പ മിനിറ്റ് കൂടെ ദൈവത്തിനെ സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എൻ്റെ പേര് കർത്താവിൻ്റെ ദാസനിവിടെ ഓർപ്പിച്ചു, CC എബ്രഹാം എന്നാണ്. എൻ്റെ മെതക്കോസ് ദൈവസഭയിൽ ഏകദേശം 40ഓളം വർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. വടശ്ശേരിക്കര സെൻട്രലിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്തദാസന്മാരോട് ചേർന്ന് ഒരു സാക്ഷിയായി നിലകൊള്ളുവാൻ കർത്താവ് ഇടയായിക്കൊണ്ടിരിക്കുന്നു.
ഒരു വേദഭാഗം വായിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഈ സമയത്ത് വായിക്കുന്നു. 1 യോഹന്നാൻ 4-ന്റെ 4-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. വീണ്ടും വായിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇവിടെ ഈ വാക്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. ഒന്നാമത്, നിങ്ങളിൽ ഉള്ളവനെന്ന് പറയുന്ന പദം നാം കാണുന്നു. നിങ്ങൾ ഉള്ളവൻ. രണ്ടാമത് ഈ വാക്യത്തിൽ നിന്ന് ഓർപ്പിക്കുന്നത് ജയിച്ചിരിക്കുന്നു, ജയം എന്നുള്ള വിഷയമാണ്. ഇവിടെ നിങ്ങളിൽ ഉള്ളവൻ എന്ന് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവെന്ന് മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. 2-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിലും 2 ആത്മാവിനെ കുറിച്ച്, ആത്മാക്കളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ദൈവാത്മാവിനെ കുറിച്ച് 2-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കുറിച്ച് നാം വായിക്കുന്നു. ദൈവാത്മാവിനെ കുറിച്ചും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കുറിച്ചും വായിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഉള്ളവൻ എന്ന് പറഞ്ഞത് ദൈവാത്മാവിനെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്ന ആഴമേറിയ അറിവാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്ന് കൊരിന്ത ലേഖനത്തിൽ വായിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം എന്നുള്ളത് കൊണ്ട് നാം താങ്കൾക്കുള്ളവരല്ല, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും അവിടെ നാം വായിക്കുന്നുണ്ട്. നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഇവിടെ ജയത്തെക്കുറിച്ച് ആ വാക്യത്തിൽ നമ്മൾ കണ്ടു. 4-ാം വാക്യത്തെ പോലെ നിങ്ങൾ അവരെ ജയിച്ചിരിക്കുന്നു. ആരെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്? അവരെ എന്ന് പറയുന്നത് മേളത്തിൽ പറഞ്ഞ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ജയിച്ചിരിക്കുന്നു, അവരെ ജയിച്ചിരിക്കുന്നു. അപ്പൊ നോക്കൂ, ജയം ഏതിനാലാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്? ജയം എന്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ വാക്യത്തിൽ കാണാം. നിങ്ങളിൽ ഉള്ളവനാൽ നിങ്ങൾക്ക് അവരെ ജയിക്കാൻ കഴിയും. ജയത്തിന് അടിസ്ഥാനം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നതിനാൽ, നമ്മിൽ അധിവസിക്കുന്നവനാൽ നമുക്ക് അവരെ ജയിക്കാൻ കഴിയുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ആശയം അനുസരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും. അവിടെ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചുമാണ് പറയുന്നത്. യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ അധിവാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടി എന്നേക്കും ഇരിക്കേണ്ടതിന് അയച്ചു തരും. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടി എന്നേക്കും ഇരിക്കുന്നു. അതിൻ്റെ അവസാന താഴത്തെ വാക്യത്തിലാണ് പറഞ്ഞത്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരു യാഥാർത്ഥ്യം അറിയണം. നമ്മിൽ വസിക്കുന്ന ഒരുവനുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകലിൽ സന്തോഷത്തോട് പറയാം, എന്നിൽ ത്രിയേക ദൈവം വസിക്കുന്നു, എന്നിൽ ത്രിയേക ദൈവം വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് ജയം ഉണ്ട്, എനിക്ക് ജയിപ്പാൻ കഴിയും. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ജയിക്കാൻ കഴിയുന്നത് നമ്മിൽ വസിക്കുന്നവനാലാണ്. ഹല്ലേലൂയ. ഒരിക്കലും നമുക്ക് ആരെങ്കിലും ദൈവത്തെ സ്തുതിക്കാം. നമ്മിൽ വസിക്കുന്നവനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് ഇന്ന് പോലെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. യോഹന്നാന്റെ ലേഖനം 3 പ്രധാന കാര്യങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നു. അതിന് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എതിരായി നിൽക്കുന്ന വലിയ ശത്രുവിനെ കുറിച്ച്
യോഹന്നാൻ ലേഖനം വെളിപ്പെടുത്തുന്നു. ത്രിവിധ ശക്തികൾ, ലോകം, ജഡം, പിശാച്. അതുപോലെ തന്നെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു ഏറ്റവും വലിയ ചില മോഹങ്ങളെ കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ ഓർക്കൂ, നമുക്കെതിരായി നിൽക്കുന്ന ഈ ശത്രുവിനെ നമുക്ക് ജയിക്കാൻ കഴിയണം. നമുക്കെതിരായി നിൽക്കുന്ന ലോകത്തെയും ജഡത്തെയും പിശാചിനെയും നമുക്ക് ജയിക്കാൻ കഴിയണം. ഹല്ലേലൂയ. നമുക്കെതിരായി നിൽക്കുന്ന ജഡമോഹത്തെയും കൺമോഹത്തെയും ജീവനത്തിന്റെ പ്രതാപത്തെയും നമുക്ക് ജയിക്കാൻ കഴിയണം. അതെങ്ങനെ ജയിക്കാം? എങ്ങനെ ജയിക്കാം? നമ്മിൽ വസിക്കുന്നവന്റെ ശക്തിയാൽ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ പറയാം, എന്നിൽ ത്രിയേക ദൈവം വസിക്കുന്നതിനാൽ. ഒരു പടി കൂടെ കടന്ന് പറയാം, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് ഇതിനെ ജയിക്കാൻ കഴിയും. ദൈവമക്കൾക്ക് ജയകരമായ ഒരു ജീവിതമാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ജയകരമായ ജീവിതം വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തുന്നു. ഒരു ജയജീവിതം നയിക്കാൻ ദൈവം നമ്മെ വിളിച്ചതാണ്. ഒരു ജയജീവിതം നയിക്കണമെങ്കിൽ, ജയാളികളായി മാറണമെങ്കിൽ വെറുതെ സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോഴെല്ലാം ജയിക്കുന്നവരെ കുറിച്ച് പറയുന്നു. ജയിക്കുന്നവരെ കുറിച്ച് പറയുന്നു. 7 സഭകളുടെ ദൂതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ജയിക്കുന്നവൻ. വിശ്വാസികളെ, കർത്തദാസന്മാരെ, ഈ കൺവെൻഷന്റെ 3-ാമത്തെ പകലിൽ യാദൃശ്യമായിട്ടാണ് എനിക്ക് അവസരം കിട്ടിയതെങ്കിലും ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ പറയട്ടെ, ജയിക്കാൻ ദൈവം നമ്മെ വിളിച്ചതാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എനിക്കൊരു ജയം ആവശ്യമുണ്ട്, ജയം ആവശ്യമുണ്ട്. പക്ഷെ ജയത്തിന് തടസ്സങ്ങൾ പലതുണ്ട്. ജയത്തിലേക്ക് നമ്മെ കൊണ്ടുവരാതിരിക്കുന്ന തടസ്സമായ കാര്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതിനെ നമുക്ക് സ്വയം ജയിക്കാൻ കഴിയാത്തപ്പോൾ നമ്മെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതിനാൽ നമുക്കതിനെ ജയിക്കാൻ കഴിയും. നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആകമാനമായ ഒരു വ്യതിയാനം തന്നെ ഉണ്ടാകണം. ഒരു ജയജീവിതത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആകമാനമായ ഒരു വ്യതിയാനം ഉണ്ടായേ മതിയാകുള്ളൂ. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ആ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് സൂചിപ്പിച്ചു വരുമ്പോൾ, ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയം വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു സമർപ്പണത്തെക്കുറിച്ചാണ്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. സമർപ്പണത്തെക്കുറിച്ച് പറയുന്നു. 2-ാമത് അപ്പോസ്തലൻ പറയുന്നത് ഒരു പുതുക്കത്തെക്കുറിച്ചാണ്. പുതുക്കത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ ഒരു പുതുക്കമുണ്ടാകണം. മനസ്സിനൊരു പുതുക്കമുണ്ടാകണം. മനസ്സിന് ഒരു മാറ്റം വരണം. എന്തിനാ മനസ്സിന് പുതുക്കമുണ്ടാകുന്നത്? നമ്മുടെ ചിന്തകളുടെയും ആലോചനകളുടെയും എല്ലാം കേന്ദ്രം ഈ മനസ്സാണ്. ഈ മനസ്സ് പുതുക്കപ്പെട്ടില്ലെങ്കിൽ തെറ്റായ ചിന്തകൾ, തെറ്റായ ആലോചനകൾ ജീവിതത്തിൽ വരും. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? മനസ്സിന് ഒരു പുതുക്കം ഉണ്ടാകണം. മനസ്സ് പുതുക്കപ്പെട്ട് ദൈനംദിന ജീവിതത്തിൽ പുതുക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജയജീവിതം ചെയ്യാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. മനസ്സ് പുതുക്കപ്പെട്ട ഒരു അനുഭവത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ലോകത്തിന്റെ പോക്ക് പോലെ പോകുവാൻ ദൈവമക്കളെ വിളിച്ചതല്ല. ദൈവമക്കൾ പ്രത്യേകതയുള്ളവരാണ്. ദൈവമക്കൾ വേർപെട്ട ജനമാണ്. ദൈവമക്കളെ വിശുദ്ധിക്കു വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചതാണ്. ദൈവമക്കളുടെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ലോകത്തിന്റെ പോക്ക് പോലെ ദൈവമക്കൾ പോകരുത്. ലോകത്തിന്റെ ഒഴുക്കിനൊത്ത് പോകാൻ തയ്യാറാകാതെ ലോകത്തിന്റെ പോക്കിനെതിരെ പോകുവാൻ, വിളിച്ച ദൈവത്തിന് വിളി അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ, ദൈവത്തിന് വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ഒരു ദൈവപൈതലിന് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ
ഒരു ജയജീവിതം ചെയ്യാനായി കഴിയുള്ളൂ. ജയജീവിതം നയിക്കാൻ ദൈവം നമ്മെ വിളിച്ചു, ജയിക്കാൻ ദൈവം നമ്മെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. പരാജയപ്പെടാൻ വിളിച്ചതല്ല, പരാജയത്തിൽ നിന്നല്ല നമ്മുടെ ആരംഭം, വിജയത്തിന് വേണ്ടി വിളിച്ചു. വിജയത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ചു, വിജയിച്ച് വിജയിച്ച് വിജയത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുകയാണ്. ജയാളിയായ കർത്താവിനോടുകൂടെ ജയിച്ചവരായി ജയാളികളായി ജീവിക്കുന്നു. എന്ന് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ആ വിജയം ആഗ്രഹമുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ധൈര്യമായി വിശ്വസിക്ക്, യേശു ക്രിസ്തുവിലൂടെ ആ ജയം നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നതിനാൽ ആ ജയം നമുക്കുണ്ട്. ഒരു നിമിഷം നമുക്ക് കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ ഒരു ജയം എനിക്കുണ്ട്. ഹല്ലേലൂയ. ആ ജയത്തിലേക്ക് വരണം. ഞാൻ രണ്ടാമത്തെ വിജയത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യമാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അത് പരിശുദ്ധാത്മാവ്. രണ്ടാമത് ഞാൻ സൂചിപ്പിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിക്കിയാലും ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഇപ്പൊ ശ്രദ്ധിച്ചാട്ട്, ദുഷ്ടനെ ജയിച്ചത് ഏതിനാലാണ്? ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ. നോക്കൂ, നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നതിനാൽ നമുക്കതിനെ ജയിക്കാൻ കഴിയും. ഇവിടെ 2-ാം അധ്യായത്തിൽ പറയും, നിങ്ങളിൽ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. ദൈവവചനം വസിക്കുന്നു. ദൈവവചനം നിങ്ങൾ വസിക്കുന്നതിനാൽ നിങ്ങൾക്ക് ദുഷ്ടനെ ജയിപ്പാൻ കഴിയുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ അതിവാസം നമ്മിലുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. എന്നിൽ ദൈവവചനം വസിക്കുന്നു. ഇബ്രാഹിലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇബ്രാഹിലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുമ്പോൾ ആ കാര്യം വ്യക്തമായി പറയുന്നു. 8-ന്റെ 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവർ ഉള്ളിലാക്കി അവരെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. അപ്പൊ അവരെ ഉള്ളിൽ എഴുതും. ദൈവമക്കളുടെ ഹൃദയത്തിൽ എഴുതും. ദൈവമക്കളിൽ ദൈവവചനം വസിക്കുന്നു. എന്ന് ഓർത്തെ, ദൈവത്തിന്റെ പ്രമാണം എന്നിൽ വസിക്കുന്നു എന്നുള്ളത് എൻ്റെ ജീവിത വിജയത്തിന് ആധാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണം എന്നിൽ വസിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ പ്രമാണം ഉള്ളിൽ വസിക്കുന്നതിനുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? മറ്റാരും ഉപദേശിക്കാനില്ലെങ്കിലും ഈ പ്രമാണം നമ്മെ ഉപദേശിച്ചോളും. ഈ പ്രമാണം ഉപദേശിക്കും. എന്ന് തെറ്റിപ്പോകുന്നതിന്റെ കാരണം, അകത്തുള്ള പ്രമാണത്തെക്കുറിച്ച് ബോധ്യമുള്ളവരല്ല പലരും. എന്റെ അകത്തൊരു പ്രമാണമുണ്ടെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്റെ അകത്ത് ദൈവവചനമുണ്ടെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അകത്ത് ഈ നിയമമുണ്ടെങ്കിൽ, ഉള്ളിൽ ഈ പ്രമാണമുണ്ടെങ്കിൽ തെറ്റിപ്പോവാൻ കഴിയില്ല. ഹല്ലേലൂയ. ജയിക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് നാം നന്നായി ബോധ്യമുള്ളവരാകണം. അകത്ത് ദൈവവചനമുണ്ടെങ്കിൽ ദുഷ്ടനെ ജയിക്കാൻ കഴിയും. അകത്ത് ദൈവത്തിന്റെ വചനം വസിക്കുന്നെങ്കിൽ വിജയകരമായ ജീവിതം നയിപ്പാൻ കഴിയും. ഉള്ളിൽ ദൈവവചനത്താൽ, ദൈവവചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കാൻ നമുക്ക് കഴിയണം. ദൈവവചനം ഭക്ഷിച്ച് നിറവിലേക്ക് നമ്മൾ വരണം. അകത്ത് വചനം എല്ലാ സമയത്തും വസിക്കണം. രാവും പകലും ഈ വചനം നമ്മുടെ ധ്യാനമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് പകലിൽ മെസ്സേജ് മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, നിന്റെ അകത്ത് ഒരു പ്രമാണമുണ്ടെങ്കിൽ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തെ സ്തുതിക്ക്. നമ്മുടെ അകത്തുള്ള ദൈവവചനത്താൽ നമുക്ക് വലിയൊരു വിജയം പൂർണ്ണമായി ലഭിക്കുവാൻ കഴിയും. ദുഷ്ടനെ ജയിക്കാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ആധാരമാണ്. അവിടെ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മിൽ വസിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 27-ാമത്തെ വാക്യത്തിൽ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. 1 യോഹന്നാൻ
27 വാക്യത്തിൽ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്ന ആരും നിങ്ങൾ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അപ്പൊ ശ്രദ്ധിച്ചാട്ട് നമ്മൾ എന്ത് വസിക്കുന്നു? അഭിഷേകം വസിക്കുന്നു. ദൈവദാസന്മാർ ദൈവമക്കൾ ഇന്നിവിടെ ഉണ്ടല്ലോ, എത്ര പേർക്ക് ഉറപ്പായി പറയാൻ കഴിയും എന്നിൽ ഒരഭിഷേകം വസിക്കുന്നു? ഹല്ലേലൂയ. അഭിഷേകം ഉള്ളവനെ, അഭിഷേകം ലഭിച്ചവനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. എന്നിൽ അഭിഷേകം വസിക്കുന്നു, എന്നിൽ അഭിഷേകം വസിക്കുന്നു. ദൈവമക്കൾ കയ്യിലൊരു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറ, അഭിഷേകം എന്നിൽ ഉള്ളതിനാൽ എനിക്ക് പരാജയത്തിന് കാര്യമില്ല. നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്താം. ജയിക്കാനുള്ള നാലാമത്തെ ഒരു മാർഗം 5-ന്റെ വാക്യത്തിലുണ്ട്. 5-ന്റെ വാക്യത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. 5-ാമത്തെ വാക്യം നോക്കിയാട്ട്, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? ജയത്തിന്റെ മറ്റൊരു മാർഗമായിട്ടൂടെ പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ജയത്തിന് അടിസ്ഥാനപരമായി യോഹന്നാൻ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്ന 3 പ്രധാന കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം നമ്മിൽ വസിക്കുന്നു. രണ്ടാമത്, ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന ദൈവവചനത്താൽ നമുക്ക് വിജയിപ്പാൻ കഴിയുന്നു. നമ്മിൽ ദൈവവചനം മാത്രമല്ല വസിക്കുന്നു, ദൈവത്തിന്റെ അഭിഷേകം വസിക്കുന്നു. ഈ അഭിഷേകം ഉള്ളിലുള്ളവന് പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ പറഞ്ഞത് ജയിക്കാനുള്ള ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം വിശ്വാസമാണ്. വിശ്വാസമാണ്. ദൈവത്തിൽ ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കും എന്ന് പറഞ്ഞ ശേഷം അപ്പോസ്തലൻ പറഞ്ഞു, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. വിശ്വാസം തന്നെ. അപ്പൊ ലോകത്തെ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? വിശ്വാസത്താൽ. വിശ്വാസത്താൽ. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് എന്താ? വിശ്വാസം എന്ന് പറയുന്ന ചില സങ്കല്പങ്ങളല്ല. സങ്കല്പങ്ങളല്ല വിശ്വാസം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സങ്കല്പിക്കുന്നതിനെ നമ്മൾ വിശ്വാസം എന്ന് പറയാൻ പാടില്ല. അതൊരു ഉറപ്പാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്. വിശ്വാസം എന്ന് പറയുന്നത് നിശ്ചയമാണ്. ബ്രാലേഖനത്തിൽ അതാ പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വിശ്വാസം ഒരു ഉറപ്പാണ്. വിശ്വാസം ഒരു നിശ്ചയമാണ്. വിശ്വാസം ഉള്ളിലുള്ള ഒരു ദൈവപൈതലിനെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ആടി ഉലയാതെ നിൽക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ സങ്കീർത്തനത്തിൽ ദാവീദിന്റെ അനുഭവം പ്രസ്താവിക്കുന്നുണ്ട്. ദാവീദിന്റെ അനുഭവം ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്. 118-ാമത്തെ സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയും, തേനീച്ച പോലെ അവർ എന്നെ ചുറ്റി വളഞ്ഞു. തുടർന്ന് വായിക്കുന്നു, വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി. ജീവിതത്തെ തകർക്കാൻ കഴിയുന്ന പരിശോധനകൾ, പ്രതിസന്ധികൾ തന്റെ മുമ്പിൽ വിവരിച്ച് കാണിക്കുകയാണ്. പക്ഷെ ആ പ്രതിസന്ധികളെ വിവരിച്ച് കാണിച്ചിട്ട് അതിനെ തുടർന്ന് അതിന് മുമ്പിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. മരിക്കത്തക്ക ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ മുമ്പിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ദാവീദിന് പറയാൻ കഴിയും ഞാൻ മരിക്കയില്ലെന്ന്? ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയാൻ എങ്ങനെ കഴിഞ്ഞു? അതാണ് വിശ്വാസം. ഹല്ലേലൂയ. അതിനിടയിലൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഏത് പ്രതികൂലത്തിന് നടുവിൽ ഉയർന്നിരിക്കുന്ന ആ കരത്തെ കാണണം. നമുക്ക് കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാട്ട് നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന ഒരു കരമുണ്ട്, വീര്യം പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ടെന്ന് വിശ്വസിക്കാനും ഏറ്റുപറയാനും ദൈവത്തിന്റെ മക്കൾ കഴിയണം. ആ കരത്തിന്റെ ശക്തിയെ വിശ്വാസത്താൽ കാണുവാൻ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവമല്ല പ്രതികൂലത്തിന് നടുവിൽ നിന്നുകൊണ്ട് ധൈര്യമായി പറയാൻ കഴിയും,
ദൈവം പ്രവർത്തിക്കും. ദൈവിക വിടുതൽ അനുഭവിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ കർത്തദാസന്മാരുടെ ജീവിതാനുഭവം അവരോട് പ്രസ്താവിച്ചു. മരിക്കുമെന്ന് നിർണയിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നടുവിലും മരിക്കാതെ ജീവനോട് നിർത്തിയത് ദൈവത്തിന്റെ വലങ്കരമല്ലാതെ മറ്റൊന്നല്ലെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റിനേക്കാൾ ഉപരിയായ ദൈവശക്തി കർത്തദാസന്മാരുടെ ജീവിതത്തിൽ വ്യാപരിച്ചെങ്കിൽ അതുപോലെയോ അതിനേക്കാൾ ഉപരിയായ എത്ര അനുഭവങ്ങൾ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് പറയാനുണ്ട്. ആ വലങ്കരൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവേ, നിന്റെ കരത്തിന്റെ ശക്തി എത്ര വലുതാണ്. ആ കരവിന്നും പ്രവർത്തിക്കുന്ന കരമാണ്. ആ കരവിന്നും വിടുവിക്കുന്ന കരമാണ്. വിശ്വാസത്താൽ മുന്നേറുന്ന ഒരു ദൈവമകന് ആ കരത്തിന്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയും. ഞാൻ ഈ യാഥാർത്ഥ്യം പറയാം. ഇവിടെ കർത്തദാസന്മാർ പറഞ്ഞ അനുഭവം പോലെ തന്നെ വളരെയേറെ ശോധനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നവരാണ് ഞങ്ങൾ. ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ചു. എത്തിച്ചേരാൻ കഴിയാത്ത പല സ്ഥാനങ്ങളിൽ ദൈവം എന്നെ കൊണ്ടുവന്നു. അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യമില്ലാത്ത പല സാഹചര്യങ്ങളിൽ ദൈവം എന്നെ മുമ്പിൽ തന്നു. അതെല്ലാം അത്ഭുതത്തിന്റെ വഴികളിലൂടെ ദൈവം തന്നതാണ്. എല്ലാ നന്മകളും സാഹചര്യങ്ങളും അനുകൂലമായപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, പാസ്റ്റർ CC അബ്രഹാം ഭാഗ്യവാനാ, അയാൾ ദൈവത്തെ സേവിച്ചത് കൊണ്ട് കിട്ടിയതാണ്. പക്ഷെ അതിനെല്ലാം ഒരു വിരുദ്ധ അനുഭവം ജീവിതത്തിലുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങൾ വിവാഹിതരായി. 3 കുഞ്ഞുങ്ങൾ വിവാഹിതരായി. മൂത്ത മകൻ 2003 വിവാഹിതനായി. രണ്ടാമത്തെ മകൻ 2003 വിവാഹിതനായി. മൂത്ത മകൻ 2003 വിവാഹിതനായിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞു, ദീർഘകാലങ്ങൾ കഴിഞ്ഞു. രണ്ടാമത്തെ മകൻ വിവാഹിതനായി, അവർ കുഞ്ഞുങ്ങൾ ജനിക്കാൻ കാലങ്ങൾ കഴിഞ്ഞു. 2006 എൻ്റെ മകളുടെ വിവാഹം നടന്നു. ഒരു കുഞ്ഞ് ജനിക്കാൻ കാലങ്ങൾ കഴിഞ്ഞു. ഇത്രയും ശോധന നിറഞ്ഞ അനുഭവങ്ങൾ. 3 കുഞ്ഞുങ്ങൾ വിവാഹിതരായി, 3 പേർക്കും മക്കളില്ല. ആളുകൾ തിരിച്ചു പറയാൻ തുടങ്ങിയത് ഇയാളൊരു ദൈവദാസനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നേരത്തെ ഭാഗ്യവാനും നല്ലവനും ദൈവത്തെ സേവിച്ചവരുമാണെന്ന് പറഞ്ഞ ആളുകൾ തിരിച്ചു പറയാൻ തുടങ്ങി. ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം. പ്രതിസന്ധികളിൽ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന ആളുകളുണ്ടാകും, കുറ്റം വിധിക്കുന്ന ആളുകളുണ്ടാകും. പ്രതിസന്ധികളുടെ നടുവിൽ കുറ്റം വിധിക്കുമ്പോഴും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ മനസ്സ് വയ്ക്കുന്ന ഒരു ദൈവബദല് ആത്യന്തികമായി നിരാശപ്പെടേണ്ടി വരികയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് കാണുവാനും അനുഭവിക്കുവാനും കഴിയും. ഞാൻ പറയട്ടെ, എന്നെ കുറ്റപ്പെടുത്തി ഒരിക്കൽ എൻ്റെ വൈഫിന്റെ അടുത്ത്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ഒരാൾ പറഞ്ഞു, എടി ഇനി നിന്റെ ഈ മോന് കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല. വീട്ടിൽ വന്ന് എൻ്റെ വൈഫ് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ അന്നേരം എൻ്റെ വായിൽ വന്നു, അയാളല്ലല്ലോ ദൈവം, അയാളുടെ വാക്കല്ല അവസാന വാക്ക്, നാം സേവിക്കുന്ന ദൈവമാണ് വലിയവൻ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 2003 വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കാലങ്ങൾ മുൻപോട്ട് നീങ്ങി. എൻ്റെ മകൾക്ക്, മൂത്ത മകൾക്ക് 2006 വിവാഹം കഴിഞ്ഞു. 2010 ഒരു കുഞ്ഞിനെ ദൈവം തന്നു. എൻ്റെ മൂത്ത മകന് 2003 വിവാഹം കഴിഞ്ഞ എൻ്റെ മൂത്ത മകന് 2010-11 ഒരു കുഞ്ഞിനെ ദൈവം തന്നു. ഹല്ലേലൂയ. എൻ്റെ രണ്ടാമത്തെ മകൻ 9 വർഷങ്ങൾ കാത്തിരുന്നു. 2013 ദൈവം ഒരു കുഞ്ഞിനെ നൽകി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ വൈഷമ്യങ്ങൾ നേരിടുമ്പോൾ ഉറച്ചു നിൽക്കാൻ, വിശ്വാസത്താൽ ഉറച്ചു നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രതിസന്ധികൾ മാറും. നിന്ദിക്കുന്നതിന് മുമ്പിൽ ദൈവം മാനിക്കും. ഏതൊരു സ്ഥാനത്ത് നിരാശപ്പെടേണ്ടി വന്നോ അവിടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ഒരിക്കലൂടെ ഞാനിവിടെ ഉയർത്തി പറയട്ടെ. ഭാരപ്പെടുന്ന ദൈവബദലേ വിശ്വാസത്താൽ മുൻപോട്ട് പോവുക. ഒരു കുഞ്ഞിനെ വീട്ടിൽ കാണാൻ കൊതിച്ച ഞങ്ങൾ 5 കൊച്ചുമക്കളെ ദൈവം തന്നു. മൂത്ത മകന് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. രണ്ടാമത്തെ മകന് ഒരു കുഞ്ഞിനെ കിട്ടി. ദൈവം ഇനിയും പ്രവർത്തിക്കും. മോക്ക് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. ഒരു കുഞ്ഞില്ലെന്ന് പറഞ്ഞ് വിഷമിച്ച് 6-7 വർഷം ദുഃഖത്തിലൂടെ കടന്നുപോയി ഞങ്ങൾക്ക്. പല വർഷങ്ങൾ ദുഃഖത്തിലൂടെ കടന്നുപോയി ഞങ്ങൾക്ക്. കുഞ്ഞുങ്ങളെ ഒന്നല്ല
ചോദിച്ചതിലുപരിയായി ദൈവം തന്നു. കർത്താവേ, ഇന്ന് മാറാൻ ഒരു കുഞ്ഞെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറഞ്ഞ സ്ഥാനത്ത് മാന്യതയോടുകൂടി നിൽക്കത്തക്കതുപോലെ ദൈവം പ്രവർത്തിച്ചു. വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. ഒരല്പസമയം കർത്താവിനെ സ്തുതിക്കാം. എന്ന് പോലെ എത്ര സന്തോഷത്തോടെ ദൈവമക്കൾ പറ, എല്ലാ പ്രതികൂലങ്ങളെയും നമ്മൾ ജയിക്കും, എല്ലാ പോരാട്ടങ്ങളെയും നമ്മൾ ജയിക്കും. നമുക്കെതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും ജയിക്കാൻ നമുക്ക് കഴിയും. ഏത് പ്രതികൂലത്തിന് നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട്. ആ കരത്തെ യോഗത്തിന്റെ അവസാന സമയത്ത് വിശ്വാസത്താൽ നമുക്ക് കാണാം. ആ ഉയർന്നിരിക്കുന്ന കരം ഇന്ന് പോലെ നമ്മുടെ മധ്യ വെളിപ്പെടുന്നുണ്ട്. നമ്മെ തൊടുവാൻ, നമ്മെ വിടുവിപ്പാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ, നമുക്ക് സൗഖ്യം തരാൻ, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി തരുവാൻ, നീ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നയിൽ വിടുവിച്ചതിനെ മാനിപ്പാൻ ഇന്ന് പോലെ നമ്മുടെ മധ്യമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങൾ ഉയർത്തി അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു വിടുതലിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. ഇന്നിവിടെ കർത്തദാസന്മാർ സാക്ഷ്യം പറഞ്ഞപ്പോൾ, പ്രസംഗിച്ചപ്പോൾ വിടുതലിന്റെ വഴികളെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ ഇന്ന് പോലെ അത് പറഞ്ഞത്, അത് സംസാരിക്കാൻ അവസരം തന്നത് നമുക്കൊരു വിടുതലിന് വേണ്ടിയാ. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. ഇന്നൊരു വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. 3 കാര്യം നിങ്ങൾ മറക്കരുത്, 3-4 കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, നമുക്കൊരു ജയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു. ആ ജയം നമുക്ക് സാധിക്കുന്നത് നമ്മിനുള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. നമ്മിനുള്ളിൽ വസിക്കുന്ന ദൈവവചനത്താലാണ്, നമ്മിനുള്ളിൽ വസിക്കുന്ന അഭിഷേകത്താലാണ്, വിശ്വാസത്താലാണ്. വിശ്വാസം ലോകത്തെ ജയിക്കുന്നതാണ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ ദിവസങ്ങളിൽ വിശ്വാസത്താൽ മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നല്ല അവസരം നൽകി തന്ന കർത്താവിൻ്റെ ദാസന്മാരോട്, പ്രത്യേകിച്ച് ജനറൽ കൗൺസിലിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. ഈ അവസരം എനിക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നു. എനിക്കൊരവസരം നേരത്തെ ക്രമീകരിച്ചിരുന്നത്. ആ സമയത്ത് വരാൻ എനിക്ക് കഴിഞ്ഞില്ല, സ്ഥലത്തില്ലായിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ എന്നെ അതിനായി ക്ഷണിക്കുകയും ഈ സാഹചര്യം തന്ന് മാനിക്കുകയും ചെയ്ത ജനറൽ കൗൺസിലിനോടും ഭാരവാഹികളോടും പ്രത്യേകം നന്ദി പറയുന്നു. ഈ മെസ്സേജ് കേട്ടിരുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു നന്ദിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഈ സ്റ്റേജിൽ സാധാരണ നിൽക്കാനൊന്നും വലിയ ആവേശം കാണിക്കാത്ത ഒരാളാണ് ഞാൻ. പുറകിലങ്ങ് മാറി എവിടെയെങ്കിലും പോയി ഇരിക്കത്തേ ഉള്ളൂ. ആരെങ്കിലും നിർബന്ധിച്ചാൽ വന്നൊരു ശുശ്രൂഷ അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസരത്തിനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ദാസന്മാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ മുഖാന്തരമായി വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അവരുടെ വ്യക്തിജീവിതത്തിൽ മനസ്സിലാക്കിയതിനെ കുറിച്ച് സാക്ഷ്യം ഇന്ന് നമുക്ക് ലഭിച്ചു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആ വിശ്വസിക്കുന്ന ശക്തിയുടെ വ്യാപാരം 2004 ഓരോ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങൾ സാധ്യമായി തീർന്ന് ദൈവനാമം മഹത്വപ്പെടുവാൻ വരും ദിവസങ്ങൾ കാരണമായി ഭവിക്കട്ടെ. ദൈവ സന്നിധിയിൽ നമ്മൾ കേൾക്കപ്പെട്ടതായ വചനത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ആയിരിക്കും തുടർന്ന് കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ ജോയ് അവർ മുൻപോട്ട് കടന്നു വരികയും പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. എല്ലാവർക്കും ദയവായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.